ഹലോ ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ബാബുവാണ് തുറക്കാത്ത വീടിന്റെ അവിടെ. ബാബു എന്തൊക്കെ സുഖമാണ്. നിങ്ങൾ എവിടെ നാട്ടിലാ? ഞാൻ അഹമ്മദാബാദിലുള്ളത്. പുതിയ വിവാദം ഉണ്ടായിക്കണല്ലേ? അതെ, അത് ചോദിക്കാനും വിളിച്ചാൽ നിങ്ങൾ ഇട്ട ഒരു പോസ്റ്റ് കൊല്ലം മുന്നുള്ള ഞാൻ രാമക്ഷേത്രത്തിൽ പോയിക്കണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുണ്ടാക്കുന്നത്. അതുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? ആഫിയ കിഡ്സ് സ്കൂളില്ലേ? ഒരു ബന്ധമില്ല. ഒരു ബന്ധമില്ല. ആഫിയ കിഡ്സ് സ്കൂളില്ലേ? ഞാൻ ബോർഡിൽ കാത്തുന്നേ. അന്നത്തെ അവിടുത്തെ സ്കൂൾ കുട്ടികളെ ഒരു കൊല്ലം മുന്നുള്ള അന്ന് അവിടുത്തെ സ്കൂളിൽ നാടകം നടന്നിരുന്ന അന്ന് ഓലെ കൂടെ എടുത്ത ഫോട്ടോ ഇപ്പൊ വൈറലായി. ഞാൻ അവിടെ പോയിക്കണെന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ സ്കൂളിൽ നടന്ന നാടകത്തിൽ അവര് വേഷം കെട്ടിയപ്പോ അതിന്റെ കൂടെ നിന്നിട്ട് അന്ന് എടുത്ത ഒരു കൊല്ലം മുന്നെടുത്ത ഫോട്ടോ. അത് എനിക്കൊരാൾ നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്ന. അത് വൈറലായിട്ട് അങ്ങനെ ഡിലീറ്റ് ആക്കിയത് മൊത്തം. കൊല്ലം മുന്നത്തെ ആൾക്കാർ പറയുന്നത് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് വയ്ക്കുന്നതാ. പിന്നെ പൊതുവെ അങ്ങനെയുള്ള ഇതിനെ കുറിച്ചിട്ടാകുമ്പോ പ്രത്യേകിച്ച്. ഓക്കെ, ഈ ഫോട്ടോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്താണ് ഇത് ഇപ്പൊ അടുത്ത്? നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണത്. അതിപ്പോ വൈറലായതാ. നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കുന്ന എനിക്ക് കുറെ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണൽ വന്നിരുന്നു. ഓക്കെ. പിന്നെ അത് നരേന്ദ്രമോദിന്റെ അക്കൗണ്ടിൽ നിന്ന് ലൈക്ക് അടിച്ചിരിക്കുന്ന പറഞ്ഞിട്ട് അപ്പൊ വൈറലായതാണ് സംഭവം. നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കി മൊത്തം. പിന്നെ ഇതിനെ കുറിച്ചിട്ടാവുമ്പോ പിന്നെ അത് പ്രത്യേകിച്ചുണ്ടാവുമല്ലോ. പറയുന്നത് എന്താ പറയാ, രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടുണ്ട്. എത്ര ആൾക്കാരെ വിളിക്കണം അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. ഞാനുള്ളത് അഹമ്മദാബാദിലാണ്. നാളെ കൊൽക്കത്ത പോകാൻ ഞാൻ. എന്താ പിന്നെ ഇന്നും നെല്ലും തുടങ്ങിയല്ലേ നമ്മളെ കുറിച്ചിട്ടാ പറയട്ടെ. ഞാനിതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ ആൾക്കാർ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുന്നത് മാത്രം പോട്ടെ, ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ആൾക്കാർക്ക്. അപ്പൊ ഇത് ഫേസ്ബുക്കും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ നല്ലത് വരുമ്പോ ആരും ഉണ്ടാവില്ല, മറ്റേത് ചാനലൊക്കെ ഉണ്ടാവും. സ്വാഭാവികം. പിന്നെ അങ്ങനെയാണല്ലോ ഇന്ത്യ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾ പഴയ സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് പിന്നെ പാർട്ടിയും നമ്മളും മുസ്ലിം ലീഗ് പാർട്ടിയും ഒക്കെ യാത്ര മുസ്ലിം ലീഗിന്റെ മാത്രല്ല ഈ ലോകം മൊത്തം മുസ്ലിങ്ങൾ ഇതാക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ അതിനെതിരെ സംസാരിച്ച ആളെ ഞാൻ വിഷക്കെതിരെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒരു കൊല്ലം മുന്നുള്ള ഫോട്ടോ നരേന്ദ്രമോദി ലൈക്ക് ട്വിറ്ററിൽ എന്തെങ്കിലും ലൈക്ക് അടിച്ചിട്ട് വൈറലായതാണ്. അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നപ്പോ സ്ക്രീൻഷോട്ട് ആണ് നമ്മളെ അക്കൗണ്ടിൽ ഇട്ടിരുന്നത്. അത് ഡിലീറ്റ് ചെയ്ത്. അതിന്റെ സത്യം ഇതാണ്, നിങ്ങൾ അന്ന് താമസിച്ചിരുന്നത് ഒരു സ്കൂളില്ലേ യൂൻസൊക്കെ വന്നേ അതിന്റെ ബാക്കിലുണ്ട് ആഫിയ കിഡ്സ് സ്കൂൾ എന്നൊക്കെ ഇരിക്കുന്ന അവിടെ. ഓലത് രാമക്ഷേത്രത്തിലാന്നൊക്കെ പറഞ്ഞാണ്ട് ആക്കുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ ഫോട്ടത്തിനോടും കമന്റിനോടും നമുക്ക് വർത്താനം പറയാൻ പറ്റില്ലല്ലോ. മറുപടി ആൾക്കാർ ചോദിക്കുന്നവരോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനത് കണ്ടപ്പോഴേ ഇത് നിങ്ങളായിട്ട് ആവുമെന്ന് ഞാൻ വല്ലാത്തൊരു വിഷമം അങ്ങനെ വിളിച്ചോ. പോയിട്ടുണ്ടാവും വിചാരിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞേക്കണേ ഇത് ഫേക്ക് ആയിരിക്കും, എന്തെങ്കിലും ഇതിലൊരു ദുർവാദം ഉണ്ടാവും, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ ഗ്രൂപ്പിലും. അപ്പൊ എനിക്കത് ഉറപ്പാണ് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലാന്ന്. അതൊരു കൊല്ലം മുന്നുള്ള ഫോട്ടോ. അതിന്റെ അക്കൗണ്ടിൽ ഒരു കൊല്ലം മുന്നേ പോയി നോക്കിയാൽ ഫോട്ടോസ് കണ്ടാലും അറിയാം. അതാണ് അത് ഇട്ടുകൊണ്ട് റീപോസ്റ്റ് വൈറലാവാൻ കാരണം അത് മോദി ലൈക്ക് അടിച്ചിരുന്നു. ഇപ്പൊ ഉണ്ടാവുമായിരിക്കും. അതാണ് അതാണ് സംഭവം. അങ്ങനെയാണ് വൈറലായത്. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഒരാൾ അടിച്ചത് നമ്മൾ പോസ്റ്റ് ആക്കിയതാ. അപ്പൊ ഞാൻ പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസ്ലിം എന്ന ഇതിൽ കമന്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ മുസ്ലിം ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതാ കുട്ടികളും ബാക്ക് ആഫിയ സ്കൂളൊന്നും നോക്കാതെ രാമക്ഷേത്രത്തിൽ പോയിക്കൊണ്ടാണ് വൈറലായത് സംഭവം. എവിടെയാണ്? കൽക്കത്തയിൽ. അപ്പൊ അഹമ്മദാബാദിൽ. ഇപ്പൊ അഹമ്മദാബാദിലുള്ള ഗുജറാത്ത്. ഞാൻ കുറച്ച് ദിവസമായി പോന്നിട്ടേ, 10-25 ദിവസമായി ഞാൻ പോന്നിട്ട്. കൽക്കത്തക്ക് നാളെ കൽക്കത്ത പോകും ഇൻഷാ അല്ലാഹ്. എന്നാ നാട്ടിക്ക് ഫെബ്രുവരി 8-ാം തീയതി. അത് എഫിസ്ഥാന്റെ സ്ഥാപനങ്ങളില്ലേ പൈബ ഗാർഡൻ, 10 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാനൊരു 4-5 മാസം മുന്നേ തന്നെ ഡേറ്റ് കൊടുത്തിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ പോകുന്നതാ. അൽഹംദുലില്ലാ റാഹത്താണ്. പ്രതികരിക്കൊന്നും വേണ്ട പറയുന്നത്. ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ പുതിയ കഥ ഒന്നും അല്ലാത്തതുകൊണ്ട് അല്ലാതെ പ്രതികരിക്കൊന്നും വേണ്ട. പറയുന്നവർ അങ്ങനെ പറയട്ടെ, നമുക്ക് പഠിച്ചവനക്ക് അറിയാലോ നമ്മളെ. ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് തെറ്റാണോ ശരിയാണോ നോക്കിയിട്ട് പോയിക്കുന്നുള്ള സാധനം. അതെ, അതാണ് സത്യം. ആയിക്കോട്ടെ, എന്നാ ശരി. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.